morning students, hope you all are fine. In the last class we have seen about quality of data. Quality data, what is the importance of collecting quality data? You all know data is the very base of the any information or any decision making. So the data which we are collecting should be accurate and should be valued to our investigation or for what purpose we are collecting data. Okay, so it is the very important base of anything which we are going to build up. Sometimes we may take decisions, sometimes we may use those data and information to understand something. So for everything, data is considered as the base. So when you collect data, it should be from the reliable sources, it should be quality one, it should be a good data, then only we can reach our heights. Okay, so in today's class we are going to see about data integrity. What do you mean by integrity? Sometimes when some changes are made in the data which is stored more than one place, and the changed data of figures will not be changed everywhere. So what happens? In one place the result will be one thing, and in another place the result will be different. Clear? ഒന്നുകൂടിയും പറയാം. ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒരു പ്ലേസിൽ മാത്രം നമ്മൾ സ്റ്റോർ ചെയ്യുന്നതായിരിക്കില്ല, പല സ്ഥലങ്ങളിലും നമ്മളത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എന്തെങ്കിലും ഫ്യൂച്ചറിൽ കറക്ഷൻ വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു റോങ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ വെൻ വി ആർ മേക്കിംഗ് എ കറക്ഷൻ, അത് ഒരു സ്ഥലത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഒരു സ്ഥലത്ത് കറക്റ്റ് ഇൻഫർമേഷനും മറ്റൊരു സ്ഥലത്ത് റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്സ്, എക്സാമിനേഷൻ കഴിഞ്ഞു, നമ്മുടെ ഇൻറ്റേർണൽ മാർക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തന്നിട്ടുണ്ട്. ഇനി ഫൈനൽ കൺസോളിഡേഷൻ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ യു ഫൈൻഡ് ദാറ്റ് യുവർ മാർക്ക് ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ നേരത്തെ കിട്ടിയതിനേക്കാളും തെറ്റായിട്ടാണ് കൺസോളിഡേറ്റഡ് ഫോമിൽ നമ്മൾ മാർക്ക് എൻറ്റർ ചെയ്തപ്പോൾ വന്നിട്ടുള്ള മിസ്റ്റേക്ക്. സോ നിങ്ങളത് എന്ത് ചെയ്തു? നിങ്ങളുടെ ടീച്ചറുടെ അടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഓക്കെ, ടീച്ചർ അത് അപ്പം തന്നെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞ കറക്ഷൻ അവിടെ വരുത്തിയിട്ടുണ്ട്. ക്ലിയർ? പക്ഷേ എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ ഇൻറ്റേർണൽ മാർക്സും ഉണ്ടായിരിക്കും, എക്സ്റ്റേർണൽ മാർക്സും ഉണ്ടായിരിക്കും. ഇൻറ്റേർണൽ മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം പേപ്പർ കിട്ടിയ സമയത്ത് ഉണ്ടായിരുന്ന മാർക്കല്ല, എന്താണോ തെറ്റായിട്ട് വന്നത് ആ മാർക്കാണ് ചിലപ്പോൾ അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഹിയർ? എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഈ കറക്റ്റ് ചെയ്ത കോപ്പിയാണ് എപ്പോഴും നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ കറക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ദ ടീച്ചർ ഹാസ് ഫോർവേഡഡ് ഇറ്റ് ബിഫോർ. ഇപ്പം നിങ്ങൾക്ക് അയക്കുന്നത്
അതായത് തെറ്റൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി കുട്ടികൾക്ക് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതല്ല, നമുക്ക് അവർക്ക് എന്താ പറയുക, അവരുടെ ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളതല്ലേ. സോ ദർ വിൽ ബി നോ മിസ്റ്റേക്ക് എന്ന് വിചാരിച്ചിട്ട് ടീച്ചർ എന്ത് ചെയ്തു, കൺസോളിഡേറ്റഡ് ഫോമിലാക്കി ഈ സാധനം ഐക്കണ്ടോടത്തേക്ക് അയച്ചു കഴിഞ്ഞു. ഓക്കെ, സോ കറക്ഷൻ മിസ് എപ്പോൾ ചെയ്തു? കുട്ടി വിളിച്ച് പറഞ്ഞ വഴിക്ക് കറക്റ്റ് ചെയ്തു. അത് എവിടെ കറക്റ്റ് ചെയ്തു? മിസ്സിൻ്റെ കമ്പ്യൂട്ടറിൽ മാത്രമേ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് കോപ്പി എവിടെ എത്തി? ഐക്കണ്ടോടത്തേക്ക് അയച്ചു കഴിഞ്ഞു. സോ അൾട്ടിമേറ്റ്ലി റിസൾട്ട് എന്തായി? റോങ് മാർക്കിൽ എൻ്റർ ചെയ്തിട്ടാണ് നമുക്ക് ആ കുട്ടിക്ക് റിസൾട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഒരേപോലെ വരുത്തണം. അതില്ല എന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള റിസൾട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. കാരണം ചില ഡിസിഷൻ മേക്കിംഗ്, ആ കുട്ടിക്ക് ചിലപ്പോൾ ആ ഇൻറ്റേർണലിൻ്റെ മാർക്ക് കിട്ടി, ആ കുട്ടി ആ പേപ്പറിൽ തോറ്റു എന്നുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക? ആ ഇൻറ്റേർണൽ മാർക്ക് ആ കുട്ടിക്ക് ചിലപ്പോൾ 18 or 19 ഉണ്ടായിരിക്കാം. ഇറ്റ് ഹാസ് ബീൻ റോങ്ലി എൻറ്റേർഡ് ആസ് 8 or 9. ഓക്കെ, അങ്ങനെയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. രണ്ടും കൂടിയിട്ടാണ് നമുക്ക് 40 മാർക്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കത് ആ മാർക്ക് എക്സ്റ്റേണലിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ കുറവുകൊണ്ട് ആ കുട്ടി ചിലപ്പോൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ടീച്ചർ അതിന് ഉത്തരം പറയേണ്ടി വരില്ലേ? അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ്. സോ ഡാറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്, വെൻ യു മേക്ക് എനി കറക്ഷൻ, മേക്ക് ഇറ്റ് ഇൻ ഓൾ ദ പ്ലേസ് വൈ ഹാവ് സ്റ്റോർഡ് ദാറ്റ് ഡാറ്റ എന്നുള്ളതാണ്. ഓക്കെ, സോ അതിൽ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ക്യാൻ ബി എൻഷുർഡ് ബൈ അഡ്രസ്സിങ് ദ ഫോളോയിങ് 5 issues. അപ്പോൾ കുറച്ച് ഒന്നും കൂടിയും നമ്മൾ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താണ്, ഒരു കൺഫോമിറ്റി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടിയും സ്ട്രോങ് ആയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് യൂണിഫോമിറ്റി. ഡ്യൂറിങ് ഡാറ്റ ക്യാപ്ചർ, യൂണിഫോമിറ്റി ചെക്സ് ensure that the data are within the specified limits. അപ്പോൾ നമ്മൾ ആദ്യം വരുത്തേണ്ടത് എന്താണ്? യൂണിഫോമിറ്റി. നമ്മൾ എന്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ്, ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേർഷൻ ആണ്. വേർഷൻ ചെക്ക് ആർ പെർഫോംഡ് when the data are transformed through the use of metadata to ensure that the format of the original data has not been changed. ചില കാര്യങ്ങൾ നമ്മൾ ഒറിജിനൽ ഡാറ്റയിൽ മാറ്റം വരുത്താതെ ബാക്കി എല്ലാത്തിലും മാറ്റം വരുത്തുന്നൊരു കാര്യമാണ് വേർഷനിൽ. അപ്പോൾ നമ്മൾ ഒന്നും കൂടിയും ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വ്യക്തമാവും. തേർഡ് വൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ് ചെക്കാണ്. എ കംപ്ലീറ്റ്നെസ് ചെക്ക് എൻഷുവേഴ്സ് ദാറ്റ് ദ സമ്മറീസ് ആർ കറക്റ്റ് and that all values needed to create the summary are included. So completeness checkil varunathu oru data fulfill ayalana we can summarize it. So first check that all the informations are included for the summary എന്നുള്ളത് ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഫില്ലല്ലേ, നമ്മളിനി സമ്മറൈസ് ചെയ്യാൻ പോവാണ്, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ജസ്റ്റ് ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുക. ആൻഡ് ദെൻ ഫോർത്ത് വൺ ഈസ് കൺഫോമിറ്റി ചെക്ക്. കൺഫോമിറ്റി ചെക്കിൽ വരുന്നത് വി ആർ മേക്കിംഗ് ഷ്യൂർ ദാറ്റ് ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് correlations are run between the value reported and previous values for the same number. തമ്മിലുള്ള കോറിലേഷനാണ് നമ്മളിവിടെ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രീവിയസും ഇപ്പോഴത്തെയും കാര്യങ്ങൾ, കറണ്ട് കാര്യങ്ങളും തമ്മിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കുന്ന കാര്യം. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ജീനിയോളജി ചെക്ക് ഓർ ഡ്രിൽ ഡൗൺ എന്നുള്ളതാണ്. സോ ഡ്രിൽ ഡൗൺ എന്ന് പറയുന്നത് ഇസ് എ ട്രേസ് ബാക്ക് ടു ദ ഡാറ്റ സോഴ്സ് ത്രൂ ഇറ്റ്സ് വേരിയസ് ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടിയും
എല്ലാ കാര്യങ്ങളും through various transformations നമ്മൾ ഒന്നും കൂടി we are making sure that data which has been corrected or which has been collected are correct എന്നുള്ളത് ഒന്നും കൂടി ഒരു ഷുവർട്ടി വരുത്തുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്തൊക്കെ നമുക്ക് ചെയ്താലും sometimes some data will be missing. Some information will be incomplete. So what step you should take when you found the data are incomplete or some values are missing. Okay, അപ്പോൾ missing data or incomplete data എന്നുള്ളതാണ്. മിസ്സിംഗ് ഡാറ്റ ഓർ ഇൻകംപ്ലീറ്റ് ഡാറ്റ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണത് പരിഹരിക്കുക? അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് മിസ്സിംഗ് ഡാറ്റാസ് വരുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇൻകംപ്ലീറ്റ് ഡാറ്റാസ് വരുന്നത്? ഓക്കെ, സോ മിസ്സിംഗ് ഡാറ്റ എന്ന് പറയുന്നത് ഇസ് ഡിഫൈൻഡ് as the data value that is not stored for a variable in the observation of interest. Missing data എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒബ്സർവേഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ കാണേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ചില വാല്യൂസ് അവിടെ മിസ്സിംഗ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് മിസ്സിംഗ് ഡാറ്റ. Missing data present various problems. The absence of data reduces statistical power. അല്ല, മിസ്സിംഗ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഡാറ്റാസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കൊരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പല പ്രോബ്ലംസും നമുക്ക് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്സിലാണ് മിസ്സിംഗ് ഡാറ്റ സംഭവിക്കുന്നത്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മിസ്സിംഗ് ഡാറ്റ? എങ്ങനെയൊക്കെ ഡാറ്റാസ് മിസ്സാവാം, അതിനൊക്കെ ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം എന്നുള്ളതാണ്. ഓക്കെ, MCAR എന്നാണ് നമ്മളിതിനെ ഷോർട്ടായിട്ട് നമ്മൾ പറയാം. മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം എന്നുള്ളതാണ്. അതായത് ചില ഇൻഫർമേഷൻ അവിടെ മിസ്സിംഗ് ആയിരിക്കും. അത് മിസ്സിംഗ് ആവണത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഇല്ലാഞ്ഞിട്ടായിരിക്കാം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഇൻഷുറൻസിൻ്റെ ഒരു ഫോം ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ജനറൽ ഇൻഷുറൻസിൻ്റെ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ജനറൽ ഇൻഷുറൻസ് അല്ല, ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിലവർ ചോദിച്ചിട്ടുണ്ട്, അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഏജ് ഓഫ് യുവർ യങ്ങസ്റ്റ് ചൈൽഡ്? നിങ്ങളുടെ ഏറ്റവും താഴെയുള്ള കുട്ടിക്ക് എത്ര വയസ്സാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റാസ് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഡാറ്റാസ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ ഇങ്ങനെ എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോരുത്തരുടെ പേര്, അവർ എത്ര ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര രൂപയുടെ പോളിസിയാണ് എടുത്തിട്ടുള്ളത്, അതേപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ മിസ്സിങ് ആവുന്നൊരു ഡാറ്റയാണ്. അപ്പോൾ അതിലൊരു പേഴ്സൺ അതിൽ ഫില്ല് ചെയ്തിട്ടില്ല. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് മക്കളില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ മക്കളില്ലാത്തവർക്ക് അവർ താഴെയുള്ള കുട്ടീനെ കുറിച്ച് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഒബ്സർവേഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ അവർക്ക് ഇല്ലാത്തതാവാം, അതുകൊണ്ട് അവർ റെസ്പോണ്ട് ചെയ്യാത്തതായിരിക്കാം. ക്ലിയർ? സെക്കൻഡ് വൺ ഈസ് മിസ്സിങ് അറ്റ് റാൻഡം എന്നുള്ളതാണ്. സോ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ആസ് വി ടെൻഡ് to consider randomness as not producing bias, but we may think that missing at random does not present a problem. ഇവിടെ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ ചില വാല്യൂസ് ബയസ് ആയതുകൊണ്ടോ
അതല്ലാന്നുണ്ടെങ്കിൽ ചില വാല്യൂസ് മിസ്സാവുന്നത് അത് അത്രയും വലിയ രീതിയിൽ നമ്മുടെ ഇതിനെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അത്ര വലിയ എഫക്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്നതാണ്. അതേപോലെ തന്നെ we may expect that the probability of a dropout of the variable in each case is conditionally independent of the variable which is obtained currently. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഇൻകത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ക്ലിയർ? മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും അവരുടെ ഇൻകത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷനാണ്. ഓക്കെ, സോ ഞാൻ അതിൽ 1-2 വേരിയബിൾസ് പറയാം, എന്തൊക്കെയാണ് അതിലുള്ളതെന്നുള്ളത് നമുക്ക് പറയാം. ഫസ്റ്റ് തിങ് ഈസ് സീരിയൽ നമ്പർ, ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് മെയിൽ ബിലോ ഏജ് ഓഫ് 30. ഓക്കെ, ഇനി സീരിയൽ നമ്പർ 2 female below the age of 30. ക്ലിയർ? അപ്പോൾ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താ വരേണ്ടത്? മെയിൽ മോർ ദാൻ ഏജ് ഓഫ് 30. പക്ഷേ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ സീരിയൽ നമ്പർ 3 ഫീമെയിൽ മോർ ദാൻ 30. സീരിയൽ നമ്പർ 4 ഫീമെയിൽ മോർ ദാൻ 30. സീരിയൽ നമ്പർ 5 ഫീമെയിൽ മോർ ദാൻ 30. സോ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്? സോ യൂസിങ് എ കോമൺ സെൻസ് സിംപ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിലിന് പകരം ഫീമെയിലാണ് എഴുതിയിട്ടുള്ളത്. അതേപോലെ വീണ്ടും ഒരു ഫീമെയിൽ മോർ ദാൻ 30 എന്നുള്ളത് ഒരു റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതും ഒറ്റ ഗ്ലാൻസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചില മിസ്സിങ് കേസുകൾ വരുന്നതാണ് മിസ്സിങ് അറ്റ് റാൻഡം എന്ന് നമ്മൾ പറയുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ യൂസിങ് അവർ കോമൺ സെൻസ് നമുക്കത് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ മിസ്സിങ് നോട്ട് അറ്റ് റാൻഡം എന്നുള്ളതാണ്. മിസ്സിങ് നോട്ട് അറ്റ് റാൻഡം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പീപ്പിൾ സംടൈംസ് ദേ മേ നോട്ട് tend to answer a question. ഓക്കെ, സി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇൻകത്തിൻ്റെ കാര്യം തന്നെയാണ്. ഇൻകത്തിൻ്റെ കേസ് തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. 2 ലോ ഇൻകം റിസീവ് ചെയ്യുന്ന വ്യക്തിയും വെരി ഹൈ ഇൻകം റിസീവ് ചെയ്യുന്ന വ്യക്തിയും 2 പേരും റിഫ്യൂസ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ക്ലിയർ? അത് 2 എക്സ്ട്രീമാണ് ഇവിടെ വരുന്നത്. ബിക്കോസ് ഓഫ് 2 ലോ ഇൻകം അവർ ചിലപ്പോൾ പുറത്ത് പറയാൻ മടിക്കുന്നതാവാം. ഓക്കെ, ബിക്കോസ് ഓഫ് റിസീവിങ് ഹൈ ഇൻകം ദ സ്റ്റാറ്റസ് മേ നോട്ട് അലൗ ഹിം ടു ആൻസർ ദ നോർമൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെയാണ് നമുക്ക് മിസ്സിങ് നോട്ട് അറ്റ് റാൻഡം എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ചില ആൻസേഴ്സ് നമുക്ക് കിട്ടണമെന്നില്ല, കാരണം അവർ പറയാൻ തയ്യാറാവണമെന്നില്ല. ക്ലിയർ? അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഏതൊക്കെ രീതിയിൽ ഡാറ്റാസ് മിസ്സാവാം എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം, മറ്റൊന്ന് മിസ്സിങ് അറ്റ് റാൻഡം, ആൻഡ് തേർഡ് വൺ മിസ്സിങ് നോട്ട് അറ്റ് റാൻഡം എന്നുള്ളതാണ്. ഇത് മിസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദേ ആർ നോട്ട് വില്ലിങ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമുക്ക് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? പല കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട്.
So what we are going to do now? Somehow we have to handle it. അല്ലേ? നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണ്ടേ? നമുക്ക് ഒരു ഡാറ്റ കിട്ടിയതിനെ നമുക്ക് ഫുൾഫിൽ ചെയ്യണ്ടേ? നമുക്ക് അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തണ്ടേ? അപ്പോൾ അതിനൊക്കെ വി ഹാവ് ടു യൂസ് സം ടെക്നിക്സ്. അപ്പോൾ എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ടെക്നിക്സ് ഓഫ് ഹാൻഡ്ലിങ് മിസ്സിംഗ് ഡാറ്റ എന്നുള്ളത്. ഒന്ന്, ലിസ്റ്റ് വൈസ് ഓർ കേസ് ഡെലീഷൻ. അതായത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ലിസ്റ്റ് വൈസ് ഡെലീഷൻ എന്ന് പറയുന്നത് റിമൂവ്സ് ഓൾ ഡാറ്റ ഫോർ ആൻ ഒബ്സർവേഷൻ ദാറ്റ് ഹാസ് വൺ ഓർ മോർ മിസ്സിംഗ് വാല്യൂസ്. ഇപ്പം നമ്മളൊരു ഡാറ്റ ഒബ്സർവേഷനെ നമ്മൾ എടുക്കുകയാണ്, അതിൽ ഒന്നോ അതിൽ കൂടുതലോ വാല്യൂസ് മിസ്സിംഗ് ആണ്. സോ അൾട്ടിമേറ്റ്ലി നമുക്കത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ബെറ്റർ വി ആർ അവോയ്ഡിങ് ഇറ്റ് ഫുള്ളി. ആ പേഴ്സൻ്റെ കാര്യം നമ്മളൊന്നും കൺസിഡർ ചെയ്യണില്ല, നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം ബിക്കോസ് ഓഫ് മിസ്സിംഗ് വാല്യൂസ്. ഓക്കെ, അതിനെയാണ് ലിസ്റ്റ് വൈസ് ഓർ കേസ് ഡെലീഷൻ എന്നും, ആ കേസ് തന്നെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, പെയർ വൈസ് ഡെലീഷൻ. പെയർ വൈസ് ഡെലീഷൻ analysis all cases in which the variables of interest are present and thus maximizes all data available by an analysis basis. അനാലിസിസ് ബേസിസിലൂടെയാണ് നമ്മൾ അനാലിസിസ് നടത്തി എന്തൊക്കെയാണ് മിസ്സിങ്, അല്ലെങ്കിൽ ഏത് വേരിയബിൾ ഓഫ് ഇൻട്രസ്റ്റ് ആണ് മിസ്സിങ് എന്നുള്ളത് നമ്മൾ നോക്കണത്. Pairwise deletion eliminates information only when the particular data point needed to test a particular assumption is missing. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡാറ്റ ഓഫ് ഒബ്സർവേഷന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 5 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ 4 എണ്ണത്തിനും നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വി ആർ ഹാവിങ് ഓൾ ദി റിക്വയർഡ് ഡാറ്റ ഫോർ ദാറ്റ്. ഓക്കെ, ഫോർ ലാസ്റ്റ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തില്ലാത്തത്, നമുക്ക് ഡാറ്റാസ് മിസ്സാവുന്നത്. സോ ആ ഭാഗം മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്നതാണ് പെയർ വൈസ് ഡെലീഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ മീൻ സബ്സ്റ്റിറ്റ്യൂഷനാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സംഭവം ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ മീൻ എന്താണോ അതാണ് നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള വേരിയബിളിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. അതാണ് മീൻ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദ മീൻ വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ദ മിസ്സിംഗ് ഡാറ്റ വാല്യൂ ഫോർ ദാറ്റ് സെയിം വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ പല വേരിയബിൾസ് ഉണ്ട്, അതിൽ ഒരു വേരിയബിൾ ഒരു ഡാറ്റ മിസ്സിംഗ് ആണ്. സോ വി ആർ ടേക്കിംഗ് ദ മീൻ ആൻഡ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് മീൻ ടു ദാറ്റ് മിസ്സിംഗ് വാല്യൂ. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ മിസ്സിംഗ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ റിഗ്രഷൻ ഇംപ്യൂട്ടേഷനാണ്. ഓക്കെ, റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ എന്താണ് ഒരു വേരിയബിളിൻ്റെ മെഷർ, ഓക്കെ, ഒരു വേരിയബിളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ അതർ വേരിയബിൾസ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കമ്പനിയുടെ ഔട്ട്പുട്ട്, ഓക്കെ, അത് നമ്മുടെ മെഷർ വാല്യൂ ആണെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ ഏത് വേരിയബിൾസ് ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ടൈം ആൻഡ് കോസ്റ്റ് റിലേറ്റിംഗ് ടു ദാറ്റ് വേരിയബിൾ. അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്, അപ്പോൾ ഇത്ര ഔട്ട്പുട്ട് എത്ര സമയത്തിനുള്ളിൽ എത്ര രൂപയ്ക്ക് കിട്ടും, മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഒരെണ്ണം നമ്മൾ റിലേറ്റ് ചെയ്തിട്ടാണ്, അതർ വേരിയബിൾസിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വി ആർ കാൽക്കുലേറ്റിംഗ് ദ റിഗ്രഷൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ imputation is the process of replacing the missing data with the estimated values instead of deleting any case that has
any missing value. This approach preserves all cases by replacing the missing data with the probable value estimated by other variable information. അപ്പോൾ other variable information ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വേരിയബിൾ മെഷർ എന്താണോ അതാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിൽ കേസും ഡിലീറ്റ് ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരു പെയറും നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അല്ലാണ്ട് മീൻ വാല്യൂം നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ വെൻ വി ആർ കമ്പയറിങ് ഇറ്റ് വിത്ത് ദി അതർ വേരിയബിൾസ് ആൻഡ് വാട്ട് വി ആർ ഗെറ്റിംഗ് അതാണ് നമ്മളിതിൽ യൂസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ളത് ലാസ്റ്റ് ഒബ്സർവേഷൻ ക്യാരിഡ് ഫോർവേഡ് എന്നുള്ളതാണ്. സോ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ മെനി സ്റ്റഡീസ് ആർ പെർഫോംഡ് വിത്ത് ദ longitudinal or time series approachനെ ബേസ് ചെയ്തിട്ട്, in which the subjects are repeatedly measured over a series of time points. അപ്പോൾ ടൈം സീരീസ് എന്നുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു മിസ്സിങ് വരുന്നത്, അതെന്താണ് ചെയ്യുന്നത്? വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇംപ്യൂട്ടേഷൻ മെത്തേഡ്സ് ഇൻ സച്ച് എ കേസ് ഇസ് ദ ലാസ്റ്റ് ഒബ്സർവേഷൻ ക്യാരിഡ് ഫോർവേഡ്. അപ്പോൾ ലാസ്റ്റ് ഒബ്സർവേഷനിൽ എന്ത് വാല്യൂ ആണോ അതാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ എന്താ പറയുക മെഷർമെൻറ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ വാല്യൂ കളക്ട് ചെയ്യണതോ അങ്ങനെയൊക്കെ. ഓക്കെ, ആൻഡ് ദെൻ ഇസ് മാക്സിമം ലൈക്ലിഹുഡാണ്. ഇനി വരുന്നത് മാക്സിമം ലൈക്ലിഹുഡാണ്. ദർ ആർ എ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് യൂസിങ് ദ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് to handle the missing data. ഇവിടെ എന്താണ് assumption വരുന്നതെന്ന് നോക്കാം. The assumption that the observed data are a sample drawn from a multivariate normal distribution is relatively easy to understand. After the parameters are estimated using the available data, the missing data are estimated based on the parameters. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് അഫിക്സ്ഡ് ദി പാരാമീറ്റേഴ്സ്. സോ എവിടെ വരിക്കും, എത്രത്തോളം, എങ്ങനെയാണെന്നുള്ളത് വി ഹാവ് ഓൾറെഡി ഫിക്സ്ഡ് ദാറ്റ്. ബേസ്ഡ് ഓൺ ദാറ്റ് പാരാമീറ്റേഴ്സ് അവൈലബിൾ ഡാറ്റ യൂസ് ചെയ്തിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളതിൽ മാക്സിമം ഇത്ര വരാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം എന്നുള്ള ഒരു അതാണ് നമ്മളിതിൽ അസ്യൂം ചെയ്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി seventh one expectation maximization ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണ് expectation maximization? It is a type of the maximum likelihood method that can be used to create a new data set in which all missing values are imputed with values estimated by the maximum likelihood methods. ഇവിടെ എന്താ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്രോച്ചസ് ശ്രദ്ധിക്കാം. ദിസ് അപ്രോച്ച് ബിഗിൻസ് വിത്ത് ദ എക്സ്പെക്റ്റേഷൻ സ്റ്റെപ്പ് ഡ്യൂറിങ് വിച്ച് ദ പാരാമീറ്റേഴ്സ് വേരിയൻസസ് കോവേരിയൻസസ് മീൻസ് ആർ എസ്റ്റിമേറ്റഡ് യൂസിങ് ദ ലിസ്റ്റ് വൈസ് ഡിലീഷൻ. അപ്പോൾ നമ്മൾ പല മെത്തേഡുകളും യൂസ് ചെയ്ത് പല കാര്യവും ചെയ്ത് വി വുഡ് ഹാവ് മാക്സിമം നമ്മൾ എന്താണ് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത മാക്സിമൈസേഷൻ സ്റ്റെപ്പ് യൂസസ് ദോസ് ഇക്വേഷൻസ് ടു ഫിൽ ദ മിസ്സിംഗ് ഡാറ്റ. എന്ത് ഇക്വേഷനാണ് അവർ യൂസ് ചെയ്യുന്നത്? ദോസ് എസ്റ്റിമേറ്റ്സ് ആർ ദെൻ യൂസ് ടു ക്രിയേറ്റ് എ റിഗ്രഷൻ ഇക്വേഷൻ ടു പ്രെഡിക്റ്റ് ദ മിസ്സിംഗ് ഡാറ്റ. ഇപ്പോൾ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ദാറ്റ് ഈസ് എന്താ പറയുക, ഒരു വേരിയബിൾ മറ്റ് അതർ വേരിയബിൾസായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് സ്റ്റഡി നടത്തി വി ആർ ഗെറ്റിംഗ് എ കൺക്ലൂഷൻ. സോ ആ വാല്യൂസാണ് നമ്മളിതിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ 8th point is multiple imputation. Multiple imputation വരുന്നത് this approach begins with the prediction of the missing data using the existing data from other variables. So what the situation here is, we are predicting the value based on the existing data. അപ്പോൾ ഓൾറെഡി ഉള്ള ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, വി ആർ
പ്രഡിക്റ്റിംഗ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ എന്താ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ അനാലിസിസ് ആയിരിക്കും അതിൽ കിട്ടുക, ആൻഡ് വിൽ ഗെറ്റ് ദ റിക്വയർഡ് റിസൾട്ട് എന്ന്. പല കോമ്പിനേഷൻസും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക. സോ എ സിംഗിൾ ഓവറോൾ അനാലിസിസ് റിസൾട്ട് ഫൈനലി നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി which defines how the uncertainty in the output of a model can be allocated to the different sources of uncertainty in its inputs. So നമുക്കിവിടെ വരുന്നത് അൺസർട്ടനിറ്റിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഹൗ ദ അൺസർട്ടനിറ്റി ഇൻ ദ ഔട്ട്പുട്ട്. അപ്പോൾ അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ വിച്ച് ഈസ് നോട്ട് സർട്ടൻ ആൻഡ് വിച്ച് ഈസ് നോട്ട് നോൺ സംഭവിക്കാം. അപ്പോൾ ഇത് അലൊക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സോഴ്സസിലുള്ള അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇൻപുട്സിനെ ബേസ് ചെയ്തിട്ടാണ്. വെൻ അനലൈസിങ് ദ മിസ്സിംഗ് ഡാറ്റ, അഡീഷണൽ അസംഷൻസ് ഓൺ ദ റീസൺസ് ഫോർ ദ മിസ്സിംഗ് ഡാറ്റ ആർ മെയ്ഡ്. എന്തുകൊണ്ടാണ് പല സമയത്തും അല്ലെങ്കിൽ പല ഇതിലും നമുക്ക് ഡാറ്റ മിസ്സായത് എന്നുള്ളത് അസ്യൂം ചെയ്ത് അല്ലെങ്കിൽ അത് കണ്ടെത്തി അതിനെ റിലേറ്റ് ചെയ്തുള്ള അസംഷൻസ് ആണ് നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ആർ ദി പ്രൈമറി ഇൻ ദി പ്രൈമറി അനാലിസിസ്. ഹൗവെവർ ദി അസംഷൻസ് ക്യാൻ നോട്ട് ബി ഡെഫിനറ്റ്ലി വാലിഡേറ്റഡ് ഫോർ ദി കറക്റ്റ്നെസ്. അപ്പം നമുക്ക് ഒരിക്കലും അസംഷൻസിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. What's the reason for that? Assumption may go wrong. Sometimes what you are assuming may go correct. അപ്പോൾ ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ ശരിയാവാതെയും പോയേക്കാം. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അസ്യൂം ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ അസ്യൂം ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ എന്ത് സംഭവിക്കാം, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഒരിക്കലും നീങ്ങണമെന്നില്ല. സംടൈംസ് ദ വേർസ്റ്റ് സിറ്റുവേഷൻ ക്യാൻ ഹാപ്പൻ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിനെ കുറിച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, എക്സാമ്പിൾ മെയിനായിട്ട് നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അസംഷനെ ബേസ് ചെയ്തിട്ട് വി കനോട്ട് പ്രഡിക്റ്റ് എനിത്തിങ്. ഓക്കെ, സോ അത് കാരണം അസംഷന് നമുക്ക് ഒരു ഇമ്പോർട്ടൻസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ അസ്യൂം ചെയ്യുന്നത് എന്തിനു വേണ്ടി? അൺസർട്ടനിറ്റിയാണ്. സോ എല്ലാ ഇൻപുട്സിൻ്റെയും അൺസർട്ടനിറ്റീസ് നമ്മളിതിൽ കൺസിഡർ ചെയ്തിട്ടാണ് വി ആർ അസ്യൂമിങ് ദിസ് മേ അല്ലെങ്കിൽ ദാറ്റ് മേ എന്നുള്ളത് നമ്മൾ അസ്യൂമിങ്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ എന്തൊക്കെയായിരുന്നു? ഡാറ്റ ഇൻറ്റഗ്രിറ്റീനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ഡാറ്റ കളക്ഷനിൽ നമുക്ക് ചിലപ്പോൾ പല ഡാറ്റാസും മിസ്സായേക്കാം. അപ്പോൾ അങ്ങനെ മിസ്സാവണത് ഏതൊക്കെ ടൈപ്സിൽ ആണ് ഈ മിസ്സിംഗ് ഡാറ്റാസ് വരുന്നത്. ഇനി മിസ്സിംഗ് ഡാറ്റാസ് വന്നു കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് ടു ഡു എന്നുള്ളതും നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ മിസ്സിംഗ് ഡാറ്റാസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി അവസാനിപ്പിച്ച് പോവല്ല വേണ്ടത്. മിസ്സിംഗ് ഡാറ്റാസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അസ്യൂം ചെയ്യാം, ചില കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാം, ചിലതിന് നമുക്കതിൻ്റെ മീൻ വാല്യൂ കൺസിഡർ ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. Okay, so this is all about in the class, and if you're having any doubt, please feel free to ask me. Thank you.